നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്ന സിലബസ് ഭാഗത്ത് ഒരു PYQ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഭാഗത്ത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അതുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പഠിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആസ്ഥ അക്കാഡമി സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകമാണ്. 100 രൂപ മാത്രമാണ് വില. അതുപോലെ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തും ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. 120 രൂപ മാത്രമാണ് വില. ഈ പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ പെട്ടെന്ന് ഒരു തുടക്കക്കാരന് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയത് ഞാനാണ്. അപ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതിൻ്റെ പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിയുടെ ഒരു UPI ഉണ്ട്. ആ UPI വഴി മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു QR കോഡ് അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്യരുത്. ആസ്ഥ അക്കാഡമിയുടെ UPI വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഈ നിയമവുമായി ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, മനുഷ്യാവകാശ നിയമവുമായും ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ വളരെ ദൈർഘ്യമുള്ളതാണ്. അതിൻ്റെ ചോയ്സ് പ്രസ്താവനകൾ വളരെ ദൈർഘ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ പഴയ ചോദ്യങ്ങളെടുത്ത് ഞാൻ ബോർഡിനകത്തിട്ട് അത് വായിച്ച് അതിലെ ചോയ്സുകളൊക്കെ വായിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹസത്തിനോട്ട് ഞാൻ പോകുന്നില്ല. ഓരോരോ പോയിന്റുകളായിട്ട് പറയാം. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിനകത്തുണ്ട്. 10-25 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അതെല്ലാം എൻ്റെ മനസ്സിനകത്തുണ്ട്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഓരോരോ പോയിന്റുകൾ കാണുമ്പോൾ അതിനനുസരിച്ച് പറയാനായിട്ട് പറ്റും. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇതാണ് ഈ നിയമത്തിൻ്റെ പേര്, അല്ലേ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ദേശീയ എന്ന വാക്കുണ്ടോ അതിനകത്ത്? ഇല്ല. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നില്ല, അല്ലെ? മനുഷ്യാവകാശ നിയമം എന്നാണോ? അല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് അങ്ങനെയാണ്. ഈ നിയമത്തിന്റെ ശരിയായ പേരെന്ത് എന്ന് ചോദിച്ചിരുന്നു. അത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നാണ്. ശരി, ഇനി ആ നിയമത്തിനകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിയേണ്ടതുണ്ട്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, മാഗ്ന കാർട്ട ഉടമ്പടി. 1215 AD 1215 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് അവിടുത്തെ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു, അല്ലെ? ആ ഉടമ്പടിയാണ് ഏത്? മാഗ്ന കാർട്ട ഉടമ്പടി. അതാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രമാണമായിട്ട് കണക്കാക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 1948 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണ് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് നമ്മൾ മലയാളത്തിൽ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയും. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അത് നടത്തിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1948 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഐക്യരാഷ്ട്ര സംഘടന, അല്ലെ? അവിടെ വേറൊരു കാര്യം കൂടി ഓർത്തോണം.
വേറെ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അത് എലിനോർ റൂസ്വെൽറ്റ് ആണ്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വനിത എലിനോർ റൂസ്വെൽറ്റ് ആണ്. അല്ലെ, നിങ്ങൾക്ക് റൂസ്വെൽറ്റിനെ അറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നു FD റൂസ്വെൽറ്റ്. ആ FD റൂസ്വെൽറ്റിന്റെ ഭാര്യയാണ് എലിനോർ റൂസ്വെൽറ്റ്. അപ്പോൾ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 അത് തയ്യാറാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വനിതയാണ് എലിനോർ റൂസ്വെൽറ്റ്. ഇനി നിങ്ങൾക്കറിയാം എന്താണ് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് December 10. എത്രയോ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് അല്ലെ. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന December 10 എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. എന്ന് മുതലാണ് മനുഷ്യാവകാശ ദിനമായിട്ട് December 10 ആചരിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാലോ അത് 1950 മുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നിയമത്തിലോട്ട് വരാം അല്ലെ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അല്ലെ. ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നത് എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28 1993 സെപ്റ്റംബർ 28 അല്ലെ രാജ്യത്ത് നിലവിൽ വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബില്ലില്, അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഈ ബില്ലില് രാഷ്ട്രപതി ഒപ്പിട്ടതെന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1994 ജനുവരി 8 അല്ലെ. അപ്പൊ കാര്യങ്ങൾ അല്പമെങ്കിലും അറിയാവുന്ന ഒരാൾക്ക് സംശയം വരും. കാരണം ഈ ബില്ലില് രാഷ്ട്രപതി ഒപ്പിടുന്നത് 1994 ജനുവരി 8 അപ്പോഴേ അത് നിയമമാകുള്ളൂ. അപ്പൊ അതിനു മുമ്പ് എങ്ങനെ 1993 സെപ്റ്റംബർ 28 ഇത് നിയമമായി എന്നുള്ള ഒരു സംശയം തീർച്ചയായിട്ടും വരും. ഈ പറഞ്ഞ ബില്ല് ആദ്യമായിട്ട് ഇതൊരു ഓർഡിനൻസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓർഡിനൻസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ രാഷ്ട്രപതി അത് ഒപ്പിടുകയായിരുന്നു. അപ്പൊ അത് 94 ജനുവരി 8 അപ്പോൾ ആ ഓർഡിനൻസ് അവതരിപ്പിച്ച ആ ദിവസം മുതൽ രാജ്യത്ത് നിലവിൽ വന്നതായിട്ട് ഇതിനെ കണക്കാക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് 1993 സെപ്റ്റംബർ 28 എന്താ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ നിയമത്തിൽ അല്ലെങ്കിൽ ഈ ബില്ലിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ് അല്ലെ. ഈ ബില്ലിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. 1993 ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? നിങ്ങൾക്കറിയാം, PV നരസിംഹറാവു അല്ലെ. പഞ്ചായത്ത് രാജ് നിയമങ്ങളൊക്കെ വരുന്ന സമയത്തും അദ്ദേഹം തന്നെ PV നരസിംഹറാവു അല്ലെ. അപ്പൊ അത് ഒന്ന് ഓർത്തു വയ്ക്കുക. ആ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു, ആ സമയത്ത് രാഷ്ട്രപതി, ഇതിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് അല്ലെ. ഈ നിയമത്തിൽ എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ 8 അധ്യായം, അതുപോലെ 43 സെക്ഷൻസ്. 8 അധ്യായങ്ങളും 43 സെക്ഷൻസും ഉണ്ട് അല്ലെ. നമ്മൾ വകുപ്പ് എന്ന് പറയും. ഇവിടെ നിയമത്തിൽ സെക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം വകുപ്പ് അഥവാ സെക്ഷൻസ് എത്ര? 43. 8 അധ്യായം, 43 സെക്ഷൻസ് അല്ലെ. പട്ടിക വല്ലതുമുണ്ടോ അല്ലെ. ഇപ്പൊ ഭരണഘടന പറയുമ്പോൾ അതിനകത്ത് 12 പട്ടികയുണ്ട്. വിവരാവകാശ നിയമം പഠിച്ച സമയത്ത് അതിനകത്ത് 2 പട്ടികയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിനകത്ത് എന്തില്ല? പട്ടികയൊന്നുമില്ല. 8 അധ്യായം, 43 സെക്ഷൻസ്. ഇനി ഈ നിയമത്തിൽ എപ്പോഴെങ്കിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടോ? പിന്നീട് എപ്പോഴെങ്കിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടോ? ഉണ്ട്. 2 തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 2006 2019 പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ 2006 2019 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്താണ്? പ്രസ്താവന രീതിയിലാണ് ചോദ്യം. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കാര്യം അവിടെ കിടക്കും. എന്താണ്? ഇതിൽ 2006 2019 ഭേദഗതി വരുത്തിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരു പ്രസ്താവന കണ്ടാൽ സോൾവ് ചെയ്യണമെങ്കിൽ അത് അറിയണം. അപ്പൊ അതിനാണ് പറഞ്ഞത് 2006 2019 ഇതിൽ എന്തുണ്ടായിട്ടുണ്ട്? ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ നിയമത്തിൽ പറയുന്നു അങ്ങനെ ഒരു സാധനം വേണം എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്.
സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അപ്പോൾ എന്താണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലുമൊക്കെ മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചത് എന്ന് മനസ്സിലാക്കി വയ്ക്കണം, അല്ലെ? അപ്പോൾ ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? വർഷം സെയിം ആണ്, 1993. ദിവസത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. മറ്റത് സെപ്റ്റംബർ 28 ഇത് അടുത്ത മാസം ഒക്ടോബർ 12, അല്ലെ? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അന്നും ഇന്നും എപ്പോഴും എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതിൽ ആദ്യത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി എന്നായിരുന്നു. സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി. പിന്നീട് അത് മാറി, അത് ഫരീദ് കോട്ട് ഹൗസ് ന്യൂഡൽഹി എന്നായി. ഫരീദ് കോട്ട് ഹൗസ് ന്യൂഡൽഹി എന്നായി. പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സ്വന്തമായിട്ടൊരു കെട്ടിടമുണ്ടായി, അങ്ങോട്ട് മാറി. അപ്പോൾ അതിൻ്റെ പേര് വീണ്ടും മാറി, മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി. അപ്പോൾ നമ്മളിപ്പോൾ പറയേണ്ട അങ്ങനെയാണ്, മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഫരീദ് കോട്ട് ഹൗസ് ന്യൂഡൽഹി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി എന്ന് ആക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ സർവ ഭവന്തു സുഖിന എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, സർവ ഭവന്തു സുഖിന, അല്ലെ? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവ ഭവന്തു സുഖിന എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ, കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ, കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമുള്ളതായിട്ട് അത് തോന്നത്തില്ല. പക്ഷെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ 4 ചോയ്സ് ഉണ്ടായിരിക്കും. അവിടെ സുപ്രീം കോടതി ഉണ്ടായിരിക്കും, അവിടെ പാർലമെന്റ് ഉണ്ടായിരിക്കും, അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കും, ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോയ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോഴാണ് ആശയക്കുഴപ്പം വരുന്നത്, അല്ലേ? ആശയക്കുഴപ്പം വരുമ്പോഴാണ് നമ്മൾ തെറ്റിക്കുന്നത്. അപ്പം അതുകൊണ്ട് തെറ്റിക്കരുത്. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് എന്നുള്ളത് വരണം. മനസ്സിലായോ? അവിടെ അത് തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് എന്നൊരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ശരിയായ പ്രസ്താവനയാണോ? അതിനാണ് ഉത്തരം വേണ്ടത്, അല്ലെ? അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ വിവരാവകാശ നിയമം പഠിച്ച സമയത്ത് നമ്മളത് പറഞ്ഞതാണ്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സ്ഥാപനമാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം, അല്ലെ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കിയത് ആരാണ്? അത് നമ്മുടെ പാർലമെന്റ് ആണ്. ആ നിയമത്തിലാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. അപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, അല്ലെ? വിവരാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, അല്ലെ? വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്, അല്ലെ? അതേസമയം ഭരണഘടനയിൽ പറഞ്ഞിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് രൂപം കൊള്ളും. ഇപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി, ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി രൂപീകരിച്ചു. ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 324. അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു, അല്ലെ? ഇന്ത്യക്ക് ഒരു ധനകാര്യ കമ്മീഷൻ, ആർട്ടിക്കിൾ 280 അങ്ങനെ പറയുന്നു. അപ്പോൾ ധനകാര്യ കമ്മീഷൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പറയും. എങ്ങനെയാണ്? ഭരണഘടനയിൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുകയും ചെയ്ത സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത് കൊണ്ടും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടും എന്ത് വ്യത്യാസമാണ്, അല്ലെങ്കിൽ എന്ത് അർത്ഥ വ്യത്യാസമാണ് അതിനകത്തുള്ളത് എന്ന് കൂട്ടുകാർ മനസ്സിലായിക്കോണം.
ഇനി വേറൊരു കാര്യത്തിലോട്ട് വരാം. പണ്ട് തൊട്ടേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആസൂത്രണ കമ്മീഷൻ. ഇപ്പൊ അതില്ല, അതിന് പകരം ഏതാണ്? നീതി ആയോഗാണ്, അല്ലെ? ഇപ്പൊ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആസൂത്രണ കമ്മീഷൻ ഉണ്ടായത്? അല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ല. അപ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ല. നമ്മൾ പറയാം അതൊരു ഉപദേശക സമിതിയാണ്, അഡ്വൈസറി ബോഡിയാണ്, അല്ലെ? നീതി ആയോഗോ, നീതി ആയോഗിന്റെ അവസ്ഥ അത് തന്നെയാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമോ അല്ല, അതൊരു ഉപദേശക സമിതിയാണ്. തിങ്ക് ടാങ്ക് ആണെന്നാണ് നമ്മൾ ഏതിനെക്കുറിച്ച് പറയുന്നത്? നീതി ആയോഗിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. ഈ പ്രസ്താവന ശരിയാണോ എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അവിടെ ആ വാക്ക് പരിചയപ്പെടണം. എന്താണ് കോസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പകുതി എന്നുള്ളതാണ് അർത്ഥം. ലാറ്റിൻ വാക്കാണ് പകുതി എന്നുള്ളതാണ് അർത്ഥം, അല്ലെ? കോസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ പകുതി ജുഡീഷ്യൽ സ്ഥാപനം എന്നാണ്, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്നാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്കറിയാം, കോടതികൾ എന്ന് പറയുമ്പോൾ അതൊരു ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ജില്ലാ കോടതി ആയാലും അതെല്ലാം ഈ പറഞ്ഞ എന്താണ്? ജുഡീഷ്യൽ സ്ഥാപനമാണ്. അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കോടതികളെ പോലെ എല്ലാ അധികാരങ്ങളും ഉള്ള സ്ഥാപനമല്ല. പക്ഷേ കോടതികൾക്കുള്ള ചില അധികാരങ്ങൾ ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. നിങ്ങളൊരു പരാതി കൊടുക്കുന്നു, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിളിച്ചു വരുത്താം, അവരുടെ മൊഴിയെടുക്കാം, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, തെളിവുകൾ ഹാജരാക്കാൻ പറയാം. അങ്ങനെ ഒരു കോടതി, ഒരു സിവിൽ കോടതി സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലുള്ള ചില അധികാരങ്ങളെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. പക്ഷേ ഒരു ആളെ ശിക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ഈ പറഞ്ഞ കേസിന്മേൽ ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. സിവിൽ കോടതികൾക്ക് ആ അധികാരമുണ്ട്, പക്ഷെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ആ അധികാരമില്ല. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരവും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റാണ്, ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരവും ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. പക്ഷേ ചില അധികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോസി ജുഡീഷ്യൽ ബോഡിയാണ് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി അറിഞ്ഞു വയ്ക്കണം. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ന്യൂനതയായിട്ട് പറയുന്ന കാര്യമാണ് എന്താണ്? ശിക്ഷ വിധിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? ഒരു കാര്യം പരിഗണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. നിങ്ങളൊരു പരാതിയുമായിട്ട് വരുന്നു, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു. കമ്മീഷന് നിങ്ങൾക്ക് റിലീഫ് അനുവദിക്കാനായിട്ട് പറ്റത്തില്ല. ധനസഹായമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിന് സ്വന്തമായിട്ട് അങ്ങനെ നൽകാനായിട്ട് കഴിയത്തില്ല, അങ്ങനെ വിധിക്കാനായിട്ട് പറ്റത്തില്ല. ശുപാർശ ചെയ്യാം, പക്ഷെ വിധിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഏതിൻ്റെ പരിമിതിയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പരിമിതിയാണ്. അതുപോലെ മറ്റൊരു പരിമിതിയാണ്, ഇപ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊരു പരാതി തരുമ്പോൾ ആ പരാതി എന്ത് ചെയ്യാം? പരാതിയുടെ കാര്യത്തിൽ അന്വേഷണം നടത്താം, അല്ലെ? അത് നിങ്ങൾ തരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നേരിട്ട് അന്വേഷിക്കാം. നിങ്ങൾ പരാതി തരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വമേധയാ, അതായത് എനിക്ക് എന്ന് പറഞ്ഞാൽ കമ്മീഷന് സ്വമേധയാ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ അന്വേഷിക്കാം. പക്ഷേ ആ അന്വേഷിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്താണ് പരിമിതി എന്ന് ചോദിച്ചാൽ, 1 കൊല്ലത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കഴിയില്ല. 1 കൊല്ലത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പറ്റത്തില്ല. അപ്പോൾ ആ അന്വേഷണ പരിധി എന്ന് പറയുന്നത് 1 കൊല്ലത്തിന് ഇപ്പുറമുള്ള കാര്യങ്ങളിൽ മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കാനായിട്ട് കഴിയൂ. ഇതെല്ലാം കമ്മീഷന്റെ എന്താണ്? ഒരു പരിമിതിയായിട്ട്, ന്യൂനതയായിട്ടാണ് തുടക്കം മുതൽ തന്നെ ആൾക്കാർ വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയിലോട്ട് വരാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന ഞാൻ പറഞ്ഞു 8 അധ്യായമുണ്ട്, അല്ലെ? ആ 8 അധ്യായങ്ങളിൽ 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 2. ആ അധ്യായം 2 ഏത് സെക്ഷനിലാണ് എന്നറിയാമോ? 3ാമത്തെ സെക്ഷൻ. അധ്യായം 2 സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 13 അംഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 13 അംഗങ്ങൾ. ഈ 13 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 സ്ഥിര അംഗങ്ങൾ,
7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അല്ലെ. 6 സ്ഥിര അംഗങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉൾപ്പെടെയാണ് എത്രയെന്ന് പറഞ്ഞത്? 13 അംഗങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും സ്ഥിര അംഗങ്ങൾ എത്രയാണെന്ന് ചോദിക്കും. സ്ഥിര അംഗങ്ങൾ എത്രയാണ്? 6. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്രയാണ്? 7 അല്ലെ. അങ്ങനെ 13 അംഗങ്ങൾ. അതിൽ നമുക്ക് സ്ഥിര അംഗങ്ങളിലോട്ട് വരാം. സ്ഥിര അംഗങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഈ 6 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. അതായത് 1+5 ആണ് ഈ പറഞ്ഞ 6. അധ്യക്ഷൻ 1, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് 5 അംഗങ്ങൾ 6 അല്ലെ. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ട് കാണും. 34 ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. അത് 38 വർദ്ധിപ്പിക്കുകയാണ്. 34 ജഡ്ജിമാരുടെ എണ്ണം എത്രയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്? 38 വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 38 എന്ന് പറയും അല്ലെ. ഇനി തൊട്ട് 38 എന്ന് വേണം പറയാൻ. 38 എന്ന് പറയും. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 38 ജഡ്ജിമാർ അല്ലെ. അപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസും മറ്റു 37 ജഡ്ജിമാരും, അങ്ങനെയാണ് 38 അല്ലെ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങൾ 6 എന്ന് പറയുമ്പോൾ ഒരധ്യക്ഷനും മറ്റ് 5 അംഗങ്ങളും. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും അധ്യക്ഷനെ കൂടാതെ എത്ര സ്ഥിര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം 6 അല്ല, അതിൻ്റെ ഉത്തരം എത്രയാണ്? 5 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു അധ്യക്ഷനുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു അധ്യക്ഷനുണ്ട്. അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്താണ്? ഒരു ചോദ്യമല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെ. അങ്ങനെ ഒരുപാട് പേരെ കിട്ടോ? ഇല്ല, അങ്ങനെ ഒരുപാട് പേരെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി അല്ലെ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്, മനസ്സിലായോ? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. അപ്പോൾ അതാണ് ഒരാൾ. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ. ഇനി വേറൊരു അംഗം ഉണ്ടല്ലോ, രണ്ടാമത്തെ ഒരു അംഗം. ആ രണ്ടാമത്തെ അംഗം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആളായിരിക്കണം? അയാൾ സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. സുപ്രീം കോടതിയിൽ ജഡ്ജായിരിക്കണം. നിലവിൽ സുപ്രീം കോടതിയുടെ ജഡ്ജായിരിക്കണം. അങ്ങനെ ഒരുപാട് പേരെയൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി അല്ലെ. അപ്പോൾ ആദ്യം പറഞ്ഞു അധ്യക്ഷന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. രണ്ടാമത്തെ അംഗം സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജായിരിക്കണം, നിലവിൽ ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. കിട്ടാൻ ഇത്തിരി സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും മതി അല്ലേ. അപ്പോൾ മൂന്നാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും മതി. അപ്പോൾ ഇവരാണ് ആദ്യത്തെ 3 അംഗങ്ങൾ. ഇനി ഒരു 3 അംഗങ്ങൾ കൂടിയുണ്ട്. അവർ മനുഷ്യാവകാശ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരിക്കും. മറ്റു 3 അംഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിലൊരാൾ വനിതയുമായിരിക്കണം. അപ്പോൾ 6 സ്ഥിര അംഗങ്ങൾ 1, 2, 3 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റു 3 അംഗങ്ങൾ. ആ മറ്റു 3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ മേഖലയിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതിലൊരാളെങ്കിലും എന്തായിരിക്കണം? വനിതയുമായിരിക്കണം അല്ലെ. അപ്പോൾ ഘടന പറഞ്ഞു, അധ്യായം 2-ലാണ്, സെക്ഷൻ 3-ലാണ്. ഘടന പറയുമ്പോൾ 13 അംഗങ്ങളുണ്ട്. സ്ഥിര അംഗങ്ങൾ 6 ആണ്. ആ 6 പേരാരൊക്കെ അല്ലെ? എന്തായാലും ആ 6 പേരിൽ ഒരാളെങ്കിലും എന്തായിരിക്കും? വനിതയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എത്ര എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്രയാണ്? 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആരൊക്കെയാണ് ആ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ,
ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, അതിനു പുറമെ അംഗപരിമിതരുടെ ചീഫ് കമ്മീഷണർ, അംഗപരിമിതരുടെ ചീഫ് കമ്മീഷണർ. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള കമ്മീഷനുകളുടെയും ചെയർപേഴ്സൺ എന്തായിരിക്കും? ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ ആ 7 പേര് ഓർത്തു വയ്ക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നോക്ക കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, അംഗപരിമിതരുടെ ചീഫ് കമ്മീഷണർ, അല്ലെ? അപ്പൊ ഇതാണ് 7, 6, 13. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. ആ ഭാഗത്തു നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തൊരു ക്ലാരിറ്റി വേണം. ഇനി ഇവർക്ക് പുറമെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ CEO ഉണ്ടായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ഒരു CEO ഉണ്ടായിരിക്കും. മറ്റുള്ള ആൾക്കാർക്കൊക്കെ ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്, മറ്റുള്ള ആൾക്കാർക്കൊക്കെ ജുഡീഷ്യൽ അധികാരമുണ്ട്, അല്ലെ? അപ്പൊ അതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അതുപോലെ ഈ പറഞ്ഞ ചില ജുഡീഷ്യൽ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ CEO ആയിട്ടുള്ള വ്യക്തിക്ക് ജുഡീഷ്യൽ അധികാരം ഉണ്ടായിരിക്കത്തില്ല, ഭരണപരമായിട്ടുള്ള അധികാരം മാത്രമേ ഉണ്ടായിരിക്കൂ, അല്ലെ? അയാളാണ് ഓഫീസിനെ കൊണ്ടുപോകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ ഓഫീസിനെ കൊണ്ടുപോകുന്നത് CEO ആയിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ നമ്മൾ സെക്രട്ടറി ജനറൽ എന്ന് പറയും, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് ജുഡീഷ്യൽ അധികാരം ഉണ്ടോ? ഇല്ല. പിന്നെന്താണ്? ഭരണനിർവഹണ അധികാരമാണ് ഉള്ളത്, അല്ലെങ്കിൽ കാര്യനിർവഹണ അധികാരമാണ് ആ ഓഫീസിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ CEO അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ ആരാണ്? കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ CEO അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ 2026 ജൂലൈയിൽ ഒരാളെ പുതുതായിട്ട് നിയമിച്ചു. ആരാണ്? പീയൂഷ് ഗോയൽ. ആരാണ്? പീയൂഷ് ഗോയൽ, അല്ലെ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഭരത് ലാൽ അല്ലേ, അത് മാറി, അതിന് പകരം പുതിയ ആൾ വന്നു, പീയൂഷ് ഗോയൽ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം വരും, അതൊരു കേന്ദ്രമന്ത്രിയുടെ പേരല്ലേ? അതെ, നമ്മുടെ വാണിജ്യ മന്ത്രിയുടെ പേര് പീയൂഷ് ഗോയൽ എന്നാണ്. പക്ഷേ അത് വേറൊരാളാണ്, ഇത് വേറൊരാളാണ്. ആ പീയൂഷ് ഗോയൽ അല്ല, ഈ പീയൂഷ് ഗോയൽ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഇപ്പോഴത്തെ? അത് പീയൂഷ് ഗോയലാണ്. അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം, അല്ലെ? അപ്പോൾ 13 അംഗങ്ങൾ, അതിന് പുറമെ ഒരു എന്തുണ്ടായിരിക്കും? CEO ഉണ്ടായിരിക്കും, അല്ലെ? CEO ഉണ്ടായിരിക്കും. ഇനി ഒരു അന്വേഷണ വിഭാഗം തീർച്ചയായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവും. ഒരു അന്വേഷണ വിഭാഗം, പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണമൊക്കെ വേണ്ടേ? അപ്പോൾ അതൊരു അന്വേഷണ വിഭാഗം ഉണ്ടാവും. ആ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഏത് റാങ്കിലുള്ള ആളായിരിക്കും, അല്ലെ? ഏത് റാങ്കിലുള്ള ആളായിരിക്കും എന്ന് ചോദിച്ചാൽ DGP റാങ്കിൽ കുറയരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗം തലവൻ DGP റാങ്കിലുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലായാലും കുഴപ്പമില്ല, DGP റാങ്കിൽ കുറയരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത്. DGP റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗം തലവൻ. പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർത്ത് വയ്ക്കണം. ഇതെല്ലാം ചോദ്യമാണ്, ഇതെല്ലാം ചോദ്യമാണ്, ഉത്തരവുമാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഭാഗത്തോട്ട് വരാം, അംഗങ്ങളുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര കൊല്ലമാണ്? 3 വർഷമാണ്. എത്ര കൊല്ലമാണ്? 3 കൊല്ലം. 3 കൊല്ലം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. 3 കൊല്ലം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. ഇതിൽ ഏതാണോ ആദ്യം അതുവരെ, അല്ലെ? അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമോ 70 വയസ്സ് വരെയോ, ഏതാണോ ആദ്യം അതുവരെ, അല്ലെ? ഇപ്പൊ 65 വയസ്സിലാണ് ഒരാൾ ഈ പറഞ്ഞ കമ്മീഷൻ അംഗമായത്. അപ്പോൾ 68 വയസ്സാണ് ആദ്യമാവുന്നത്. 3 കൊല്ലം കഴിയുമ്പോൾ 68 വയസ്സ്. അപ്പോൾ ആദ്യം ആയത് 68 അല്ലെ? അപ്പോൾ അതുവരെ, അല്ലെ? ഇനിയിപ്പോൾ 68 വയസ്സിലാണ് ഒരാൾ ജോയിൻ ചെയ്തത്. അപ്പോൾ 70 വയസ്സാകുമ്പോഴത്തേക്ക് 3 കൊല്ലം കഴിയുമ്പോൾ 71 ആവും. അതുവരെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, 70 വയസ്സ് വരെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ആയത് 70 വയസ്സാണ്. അപ്പോൾ അതുവരെ പറ്റുള്ളൂ, അല്ലെ? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എന്താണ് കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതുവരെ.
ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് പുനർനിയമനം സാധ്യമാണോ? പുനർനിയമനം, റീ അപ്പോയിന്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണോ? അല്ലെ, അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ? റീ അപ്പോയിൻമെന്റിനുള്ള എലിജിബിലിറ്റി ആർക്കുണ്ടോ? ഈ പറഞ്ഞ അംഗങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. അതിന് കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കഴിയും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് കാലാവധി കഴിഞ്ഞാൽ അവരെ എന്താണ്, പുതുതായിട്ട് ഫ്രഷായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കാം. അപ്പോൾ പുനർനിയമനം നടത്താം. മനസ്സിലായോ? പുനർനിയമനം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാക്ക് ഏതാണ്? റീ അപ്പോയിൻമെന്റ്. തുടർ നിയമനം പറ്റത്തില്ല. തുടർ നിയമനം വേറെ വാക്കാണ്, അത് എക്സ്റ്റൻഷൻ എന്നാണ്. മനസ്സിലായോ? എക്സ്റ്റൻഷൻ, അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഭാവിയിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം, ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇട്ടിട്ട് പോകുന്ന ചോദ്യം. അപ്പൊ അതാണ്. പുനർനിയമനത്തിന് യോഗ്യതയുണ്ടോ? പുനർനിയമനത്തിന് യോഗ്യതയുണ്ട്. തുടർ നിയമനം പറ്റുമോ? തുടർ നിയമനം പറ്റത്തില്ല. തുടർ നിയമനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു, അങ്ങനെ അങ്ങ് 2 കൊല്ലം കൂടെ നീട്ടിക്കൊടുത്ത് അങ്ങനെ ഇരുത്തയല്ല. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? അവരെ തിരഞ്ഞെടുക്കണം, വീണ്ടും ഈ പറഞ്ഞ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തണം. അതാണ് റീ അപ്പോയിൻമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം തുടർ നിയമനം എന്ന് പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞാലും പിന്നെ നീട്ടിക്കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് തുടർ നിയമനം എന്ന് പറയുന്നത്. വേറെ രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള ഒരാൾക്ക് കാലാവധിക്ക് ശേഷം കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ മറ്റ് പദവികളിൽ ഇരിക്കാൻ പറ്റത്തില്ല. അതിനെയും നമ്മൾ തുടർ നിയമനം എന്നാണ് പറയുന്നത്. മറ്റ് പദവികളിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണോ? ആണ്, എലിജിബിൾ ആണ്. പുനർനിയമനത്തിന് എലിജിബിൾ ആണ്. തുടർ നിയമനത്തിന് എലിജിബിൾ ആണോ? തുടർ നിയമനത്തിന് എലിജിബിൾ അല്ല. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. പുനർനിയമനം റീ അപ്പോയിൻമെന്റ്, തുടർ നിയമനം എക്സ്റ്റൻഷൻ. അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോണം. അത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിച്ചാൽ നിങ്ങൾ ഒരു മാർക്ക് കളയും. തുടർ നിയമനം പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ്റുമെന്നേ പറയത്തുള്ളൂ. പുനർനിയമനവും തുടർ നിയമനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒരു മാർക്ക് അവിടെ പോകും. ഇനി ആ മാർക്ക് പോകത്തില്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 6 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു 6 അംഗ സമിതിയാണ്. ആ 6 അംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആ 6 അംഗ സമിതിയുടെ അധ്യക്ഷൻ സംശയമില്ല, അത് പ്രധാനമന്ത്രിയാണ്, അല്ലെ? അപ്പൊ 6 അംഗ സമിതി, അതിൽ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി അധ്യക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രിയുണ്ട്. അപ്പൊ നരേന്ദ്രമോദി ഉണ്ട്, അമിത്ഷായും ഉണ്ട്, അല്ലെ? അപ്പോൾ മോദിയുണ്ട്, അമിത്ഷായുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്സഭയിലെ സ്പീക്കറുണ്ട്. ലോക്സഭാ സ്പീക്കർ. ഇനി രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, ശ്രദ്ധിച്ചോണം. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷനല്ല, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, അല്ലെ? അപ്പൊ 6 അംഗ സമിതിയാണ്. അപ്പൊ പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, രാജ്യസഭയുടെ ആരാണ്? അധ്യക്ഷനല്ല, രാജ്യസഭയുടെ ഉപാധ്യക്ഷനുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണ് 6 ആ പറഞ്ഞ അംഗങ്ങൾ, അല്ലെ? ഇതിനുള്ള ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള 6 അംഗ സമിതിയിലെ 6 അംഗങ്ങൾ അവരാണ്. പിടികിട്ടിയോ? അപ്പൊ അത് ഓർക്കുക. പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇവിടെയാണ് ചോയ്സ് വരുന്നത്, ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. മനസ്സിലായോ? അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര്? സംശയമൊന്നുമില്ല, ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇനി അവര് രാജിക്കത്ത് നൽകുന്നതോ കുറച്ചു കാലം ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ, പറ്റൂല എന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കാം? അതും ഈ പറഞ്ഞ രാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത്. രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ പറ്റുമോ, റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നീക്കം ചെയ്യാൻ പറ്റുമോ, അതൊരു ചോദ്യമാണ്. പറ്റുമോ എന്ന് ചോദിച്ചാൽ നീക്കം ചെയ്യാൻ പറ്റും. ആർക്ക് പറ്റും?
ആർക്ക് പറ്റും? രാഷ്ട്രപതിക്ക് പറ്റും. ഏത് സാഹചര്യത്തിൽ പറ്റും? അല്ലെ, നീക്കം ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം വേണം. ഒന്ന്, പെരുമാറ്റ ദൂഷ്യം. അല്ലെ, പെരുമാറ്റ ദൂഷ്യമാണ് ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനുള്ള, ഈ പറഞ്ഞ ജോലി നിർവഹിക്കാനുള്ള ശാരീരിക ശേഷിയില്ല, അവശതകളാണ്. മാനസിക ശേഷിയില്ല, ചിത്തഭ്രമം വന്നു, വട്ടായി. മനസ്സിലായോ? ചിത്തഭ്രമം വന്നു, വട്ടായി. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ മറ്റു വരുമാനമുള്ള വേറെ ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്ന് വരുമാനം നേടുന്നു, അതായത് വേറെ ഏതെങ്കിലും പദവിയിൽ കൂടി ഇരുന്ന് ഈ പറഞ്ഞ വരുമാനം നേടുന്നു, സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു, അല്ലെ. അപ്പോൾ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ആ പദവിയിൽ നിന്നല്ലാതെ മറ്റു പദവിയിൽ നിന്നും കൂടി വരുമാനം ഉണ്ടാക്കിയാൽ അയാൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശാരീരികമായിട്ടുള്ള അവശതകളുടെ അടിസ്ഥാനത്തിൽ, മാനസികമായിട്ടുള്ള അവശതകളുടെ അടിസ്ഥാനത്തിൽ ചിത്തഭ്രമം വന്നാൽ, അല്ലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പാപ്പരായാൽ, അല്ലെ, പാപ്പരായാൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞത്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാലറി അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വരുമാനമോ മറ്റോ കാര്യങ്ങളോ വേറെ എവിടെന്നെങ്കിലും നേടുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ആരെ മാറ്റാം? ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ മാറ്റാം. ആർക്ക് മാറ്റാം? രാഷ്ട്രപതിക്ക് മാറ്റാം. പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നതെങ്കിൽ സുപ്രീം കോടതിയുടെ അന്വേഷണം വേണം. സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ പെരുമാറ്റ ദൂഷ്യം അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നീക്കം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അത് പരീക്ഷയ്ക്ക് അതുപോലെ ചോദിക്കും, ഇതേ സാഹചര്യമൊക്കെ തരും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് കൊടുക്കും. നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതുപോലെ അംഗങ്ങളുണ്ടായിരിക്കുമല്ലോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര്? അല്ലെ, നിയമിക്കുന്നതാരെന്നല്ല, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. ഇവിടെ അതല്ല ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാര്? അതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നേരത്തെ പറഞ്ഞ അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ആരെയും നീക്കം ചെയ്യുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കും. അല്ലെ, സർക്കാരിൻ്റെ ഗ്രാൻഡൊക്കെ വാങ്ങിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണമൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ എന്താണ്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർഷിക റിപ്പോർട്ട് എപ്പോഴും ആര് കൊടുക്കണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കണം. ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആ വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന് നൽകും. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. രാഷ്ട്രപതി എഴുതി തെറ്റിക്കരുത്. അപ്പോൾ എന്താണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകും, കേന്ദ്ര സർക്കാരിന് നൽകും. അല്ലെ, വേറൊരു പ്രസ്താവന, വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും നൽകും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകും. ആശയക്കുഴപ്പമായി അല്ലെ. അപ്പം നിങ്ങൾ വിചാരിക്കുമില്ല, അത് ഈ പറഞ്ഞ ആരുണ്ട്? സംസ്ഥാനങ്ങളിലെ എന്തുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, അവരല്ലേ കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. അല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കാറുണ്ട്? കേന്ദ്ര സർക്കാരിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും കൊടുക്കും എന്നൊന്ന് അറിഞ്ഞു വച്ചേക്കണം. സംസ്ഥാന സർക്കാരിനും കൊടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷന്മാരുടെ ഒരു ലിസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, അല്ലെ, അങ്ങ് ചോദിച്ച് തേഞ്ഞു പോയ ഒരു ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്ര. അല്ലെ, ആരെങ്കിലും പറയാണ് പരീക്ഷ എളുപ്പമായിരുന്നു എങ്കിൽ ഈ ചോദ്യം ഉറപ്പായിട്ട് അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? രംഗനാഥ മിശ്ര. അപ്പോൾ ഈ പറഞ്ഞ അധ്യക്ഷന്മാർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ മിശ്രയാണ്. രണ്ടാമത്തെ അധ്യക്ഷൻ MN വെങ്കടചെല്ലയ്യ. രണ്ടാമത്തെ എന്നൊന്നും പറഞ്ഞ് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. വെങ്കടചെല്ലയ്യ, പേരൊന്ന് ഓർത്താൽ മതി. വെങ്കടചെല്ലയ്യ കേട്ടാ മതി, വെങ്കടചെല്ലയ്യ. ഇനി അത് കഴിഞ്ഞിട്ട് JS വർമ്മ, പിന്നെ അത് കഴിഞ്ഞിട്ട് AS ആനന്ദ്. അല്ലെ, അപ്പോൾ ആദ്യത്തെ ആളെ നിങ്ങൾക്ക് അറിയാം, രംഗനാഥ മിശ്ര. പിന്നെ ഒരു വെങ്കടചെല്ലയ്യുണ്ട്, ആനന്ദുണ്ട്, വർമ്മയുണ്ട്. വെങ്കടചെല്ലയ്യുണ്ട്, ആനന്ദുണ്ട്, വർമ്മയുണ്ട്. അല്ലെ, രംഗനാഥ മിശ്രയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജേന്ദ്ര ബാബു. കേൾക്കുമ്പോൾ മലയാളിയാണെന്ന് തോന്നുമല്ല, രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വരുന്നത് മലയാളിയാണ്, KG ബാലകൃഷ്ണൻ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 6ാമത്തെ അധ്യക്ഷനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ. നിങ്ങൾക്കറിയാം, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ദളിത് വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 6ാമത്തെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. അപ്പോൾ വർമ്മയുണ്ട്, രാജേന്ദ്ര ബാബു ഉണ്ട്, ആനന്ദ് ഉണ്ട്, വെങ്കടചെല്ലയ്യുണ്ട്, രംഗനാഥ മിശ്രയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം KG ബാലകൃഷ്ണൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് HL ദത്തു. ചിലപ്പോൾ ഈ പേരൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്, റീസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. HL ദത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ മിശ്ര, 8ാമത്തെ ആള് അരുൺകുമാർ മിശ്ര. പിന്നെ ഇപ്പോൾ ഇരിക്കുന്നയാള് നിലവിലത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. അല്ലെ, നിലവിലത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് വി രാമസുബ്രഹ്മണ്യൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹമാണ്. നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, അത് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് വി രാമസുബ്രഹ്മണ്യൻ 9ാമത്തെ അധ്യക്ഷൻ. അല്ലെ, അപ്പൊ എന്തിനാണ് ഇത്രയും പേരുകൾ പറഞ്ഞത്? ഇപ്പോൾ പരീക്ഷയ്ക്ക് ചില സൂക്കേടൊക്കെ ചോദ്യകർത്താക്കൾ കൊണ്ട് ഈ പറഞ്ഞ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് എടുക്കാമോ, ഇവരിൽ ആരെങ്കിലും ആയിട്ടുണ്ടോ പോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ മടുത്തിരിക്കുക. അപ്പോൾ പുതിയത് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം ചോദ്യകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രമവും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കേണ്ടതും ആവശ്യമാണ്. വെങ്കടചെല്ലയ്യ, ആനന്ദ്, വർമ്മ, രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺകുമാർ മിശ്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് വി രാമസുബ്രഹ്മണ്യൻ. അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇത് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. ചോയ്സ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. മനസ്സിലായോ? ഇപ്പൊ എനിക്കിത് കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. ഞാൻ കാണാതെ ഒന്നും പഠിക്കത്തില്ല, ബോർഡിൽ എഴുതിയിട്ട് വായിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെങ്കിൽ പേരെന്ത് ചെയ്യണം? പേര് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ചോയ്സ് ചെയ്യുന്ന അത് കണ്ടെത്തിയാൽ മതി. അപ്പൊ നന്നായിട്ട് 2-3 വട്ടം വായിച്ചു വെച്ചാൽ പിന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞോളൂ. പിടികിട്ടിയോ? അതേ പറ്റൂ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് വേറൊരു പോയിന്റിലോട്ട് വരാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായിട്ടുള്ള ഒരു മലയാളി ഉണ്ട്, അല്ലേ? ആരാണ്? KG ബാലകൃഷ്ണൻ. അതേസമയം ഇങ്ങനെ ഒരു ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആക്ടിംഗ് ചെയർമാനായിരുന്ന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായിരുന്ന മലയാളി ആര്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആക്ടിംഗ് ചെയർമാനായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷനായിട്ടില്ല, ആക്ടിംഗ് എന്താണ് ചെയർമാനാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. അല്ലെ, പെട്ടെന്ന് ഒരാളെ ഈ പറഞ്ഞാക്കാൻ പറ്റുമോ? അടുത്ത ആളെയൊക്കെ തിരഞ്ഞെടുത്ത് വരണ്ടേ? അല്ലെ, അപ്പൊ അതുകൊണ്ട് ആക്ടിംഗ് ചെയർമാൻ ആയിരുന്ന ആളാണ് മലയാളി ആയിട്ടുള്ള ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫാത്തിമ ബീവിയുടെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ, എങ്ങനെയുള്ള അംഗം? സ്ഥിരാംഗമായ വനിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരാംഗമായിട്ടുള്ള മലയാളി വനിതയാണ് ആര്? ഫാത്തിമ ബീവി. അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരാംഗമായിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് ആര്? ഫാത്തിമ ബീവി. ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു പരീക്ഷ നടന്നല്ലോ. ആ പരീക്ഷയിൽ ചോദ്യം വന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ധർമ്മം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യത്ത് നടക്കുന്ന ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക അവരുടെ ധർമ്മമാണ്. അല്ലെ, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, അതുപോലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നാട്ടുകാരെ ബോധവൽക്കരിക്കുക. അല്ലെ, ഈ അവകാശം നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ അത് നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾ അറിയൂ. ഇതെൻ്റെ അവകാശമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുന്നത് നിങ്ങളെങ്ങനെ അറിയും? അപ്പോൾ മനുഷ്യാവകാശങ്ങൾ നാട്ടുകാരെ എന്ത് ചെയ്യുക? പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് അതിൽ അറിവുണ്ടാക്കി കൊടുക്കുക. അത് ആരുടെ ജോലിയാണ്? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ധർമ്മത്തിൽ വരുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുക. അപ്പൊ അവിടെ സംശയം വരരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകും എന്ന് പറയുമ്പോൾ അതാരടാ അങ്ങനെ ചോദിക്കാൻ? നമ്മുടെ കേരളത്തിലുള്ള ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, അല്ലെ? ഞങ്ങളുടെ കേരളത്തിൽ ഇതൊക്കെ നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നടക്കൂല. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ നൽകാം. അത് അവരുടെ അധികാര പരിധി വരുന്നതാണ്, അവരുടെ ധർമ്മമാണ്, നൽകണം, അവരുടെ ധർമ്മമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തടവുകാരുടെ സാഹചര്യങ്ങൾ വിലയിരുത്തണം, അല്ലെ? തടവുകാർക്കും എന്തുണ്ട്? അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുണ്ട്, അല്ലെ? സാധാരണ മനുഷ്യനുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെല്ലാം ഒരു തടവ് പുള്ളിക്കും ഉണ്ട്, അല്ലെ? അത് ആ പറഞ്ഞ തടവറയ്ക്കകത്ത് പരിമിതപ്പെടും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ പറഞ്ഞ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ആർക്കുമുണ്ട്? തടവ് പുള്ളികൾക്കുമുണ്ട്. അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, കൂട്ടിയെന്ന് വെളിച്ചാടുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലെ? അതുപോലെ തന്നെ എന്താണ്? അന്തസ്സോടെ ജീവിക്കാൻ പറ്റണം, അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ വരുന്നതാണ് അന്തസ്സ്. അതുപോലെ സമത്വം. നമ്മുടെ ഈ പറഞ്ഞ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഒരു സെക്ഷനകത്ത് അടിസ്ഥാന മനുഷ്യാവകാശം എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നതാണ് എന്താണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ അത് കഴിഞ്ഞിട്ട് അന്തസ്സ് എന്നിവ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന എന്താണ്? അവകാശങ്ങളാണ്, അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ്. അപ്പോൾ അതൊക്കെ തടവ് പുള്ളിക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തേണ്ടതും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതിനകത്ത് മെച്ചപ്പെടുത്തേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ആർക്ക് കഴിയും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കഴിയും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണമാകാം, അല്ലെ? മനുഷ്യാവകാശ ധ്വംസനവുമായി ബന്ധപ്പെട്ട പരാതികൾ, അങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണമാകാം. സ്വമേധയാ അന്വേഷണമാകാം, പരാതിയൊന്നും കിട്ടിയില്ല, പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ അത് മനുഷ്യാവകാശ നിഷേധമാണ് എന്ന് തോന്നി ഏതോ ഒരു സംഭവത്തിൽ. അങ്ങനെയാണെങ്കിൽ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ ഈ പറഞ്ഞ എന്ത് ചെയ്യാം? അന്വേഷിക്കാം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകളുടെ ധർമ്മമാണ് എന്നുള്ളത് ഓർക്കുക. മനുഷ്യാവകാശ കമ്മീഷന്റെ ധർമ്മമാണ്, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് വേറെ കാര്യമുണ്ട്, അതായിരിക്കും ചോയ്സ് ആയിട്ട് തരുന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ധർമ്മമായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇതെൻ്റെ വാക്കുകളല്ല, നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ബോധം കിട്ടിയാൽ മതി, അല്ലാതെ വരാത്ത ഒരു കാര്യം അത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്ര മൗലിക കടമകളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് 11 മൗലിക കടമകളുണ്ട്. ഭരണഘടന പഠിക്കുമ്പോൾ പറഞ്ഞാണ് 11 മൗലിക കടമയുണ്ട്, അല്ലെ? മൗലിക കടമ അല്ലാത്തത് അങ്ങനെ ഒരു സാധനം നമുക്ക് പഠിക്കാൻ പറ്റില്ല. മൗലിക കടമകൾ 11 പഠിക്കാൻ പറ്റൂ. മൗലിക കടമകൾ 11 പഠിച്ചു വെച്ചാൽ അതല്ല എന്നുള്ളതെല്ലാം ഈ പറഞ്ഞ മൗലിക കടമ അല്ല. അതുപോലെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലെ? അപ്പോൾ ഭരണരംഗങ്ങളിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷന് എന്താണ്? അധികാരമുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ പറ്റോ? ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ, അല്ലെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം കൊടുക്കാമെന്നാണ്. അല്ലാതെ ഭരണപരമായ കാര്യങ്ങളെല്ലാം സർക്കാരുകൾ നോക്കിക്കോളും, ഇവരുടെ ജോലി ചെയ്താൽ മതി, അല്ലെ? കോടതികൾക്ക് കൊടുക്കാൻ പറ്റുമോ? കോടതികൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം 3 വിഭാഗമല്ലേ, അല്ലെ? ലെജിസ്ലേച്ചർ വേറെ, ജുഡീഷ്യറി വേറെ, എക്സിക്യൂട്ടീവ് വേറെ. അതിൽ ഈ പറഞ്ഞ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കണം എന്നാണ് ഈ പറഞ്ഞ ഭരണഘടനയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല. ശരി, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതെന്നാണ്. ഏത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1998 ഡിസംബർ 11, അല്ലെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലത്തെ സാധനമുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1998 ഡിസംബർ 11. മറ്റത് 93-ലാണ്, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 98 ഡിസംബർ 11.
അല്ലെ? ഇതിന് പ്രത്യേക നിയമം വേറെ ഉണ്ടോ? ഇല്ല. ഇത് അതേ നിയമം തന്നെയാണ്. ഏത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം. അതിൽ അധ്യായം 2 സെക്ഷൻ 3 ഏതിനെ കുറിച്ച് പറയുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതിന്റെ ഘടനയെക്കുറിച്ചും പറയുന്നു. അല്ലെ? ഇതിപ്പോ അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം 5 അധ്യായം 5 സെക്ഷൻ 21 അപ്പൊ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്ന സ്ഥാപനമാണ്. ഇതിനു വേണ്ടി പ്രത്യേക നിയമമില്ല. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11. ഇനി ഇതിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങൾ. രക്ഷപ്പെട്ടു. അത്രയും പഠിച്ചാൽ മതിയല്ലോ അല്ലെ? 3 അംഗങ്ങൾ അല്ലെ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 3 മറ്റിടത്ത് 13 എന്തോരം ഉണ്ട് അല്ലെ? ഇവിടെ 3 അംഗങ്ങളേ ഉള്ളൂ അല്ലെ? അപ്പൊ അതിൽ 3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അധ്യക്ഷനും മറ്റു 2 അംഗങ്ങൾ എന്നാണല്ലോ. ഒരു അധ്യക്ഷൻ മറ്റു 2 അംഗങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യമുണ്ട്, നിങ്ങൾ തന്നെ ചോദിക്കും, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ മറ്റിടത്ത് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. കിട്ടിയില്ല എങ്കിൽ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജായാലും മതി അല്ലെ? ഇവിടെ സംസ്ഥാനമാണ്. അപ്പോ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സംസ്ഥാനമാണ്. അത്രയും ബോധം മാത്രം മതി. റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായാലും മതി അല്ലെ? അപ്പൊ അധ്യക്ഷൻ, സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാനുള്ള യോഗ്യത ഇതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 3 പേരുണ്ട്. ഇനി വേറൊരു അംഗമുണ്ട്. വേറൊരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജായിരിക്കണം. ഹൈക്കോടതി ജഡ്ജായിരിക്കണം അല്ലെ? ജഡ്ജിനെ കിട്ടിയില്ലെങ്കിലോ കുഴപ്പമില്ല, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായാലും മതി. അപ്പൊ 3 പേരിൽ 2 പേരുടെ കഥ കഴിഞ്ഞു അല്ലെ? ഹൈക്കോടതി ജഡ്ജായിരിക്കണം അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരംഗം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, മനുഷ്യാവകാശ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള, വിദഗ്ധനായിട്ടുള്ള, പ്രാഗൽഭ്യമുള്ള ഒരാളായിരിക്കണം. അപ്പൊ അവരാണ് ഈ പറഞ്ഞ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങൾ അല്ലെ? ഏത് അധ്യായം? അധ്യായം 5. ഏത് സെക്ഷൻ? സെക്ഷൻ 21 എന്ന് രൂപീകരിക്കപ്പെട്ടു. മറ്റത് രൂപീകരിച്ച് 5 കൊല്ലം കഴിഞ്ഞപ്പോ 98 ദിവസം കൂടി പറയാമോ? ഡിസംബർ 11. ശരി. ഇനി ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതോ അതിനൊരു സമിതിയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഒരു 6 അംഗ സമിതിയുണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷനായി എന്ന് പറഞ്ഞു. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് സമിതിയുണ്ട്. ആ സമിതി ഒരു 4 അംഗ സമിതിയാണ്. എത്ര? 4 അംഗ സമിതിയാണ്. അപ്പൊ അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആരാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശനുണ്ട്. മുഖ്യമന്ത്രി അല്ലെ? ആഭ്യന്തരമന്ത്രി അപ്പൊ രമേശ് ചെന്നിത്തലയും ഉണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടോ സ്പീക്കറുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ആര്? പ്രതിപക്ഷ നേതാവ്. അപ്പോ പിണറായി വിജയനുമുണ്ട്. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് ഒരു 6 അംഗ സമിതിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു 4 അംഗ സമിതിയാണ്. അതിനകത്ത് മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആരുണ്ട്? പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം അല്ലെ? മറ്റിടത്ത് 6 അവിടെ ഈ പറഞ്ഞ രാജ്യസഭ ഉപാധ്യക്ഷനുണ്ട് അല്ലെ? അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അതുകൂടെ വന്നപ്പോഴാണ് അവിടെ 6 ഇവിടെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഒരു സഭയല്ലേ ഉള്ളൂ അല്ലെ? നമ്മുടെ ഈ പറഞ്ഞ കേരള നിയമസഭ ബൈക്കാമറിലാണോ? അതായത് നിയമനിർമ്മാണത്തിന് ഇവിടെ 2 സഭകളുണ്ടോ? ഇല്ല. നിയമനിർമ്മാണത്തിന് ഒരു സഭയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയും യൂണികാമറൽ അല്ലെ? നമ്മുടെ ഈ പറഞ്ഞ നിയമനിർമ്മാണ സംവിധാനം, നമ്മുടെ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സംവിധാനം യൂണികാമറലാണ്. നിയമനിർമ്മാണത്തിന് 2 സഭയില്ല. നിയമനിർമ്മാണത്തിന് 2 സഭയുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് ബൈക്കാമറൽ എന്ന് പറയും അല്ലെ? കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറഞ്ഞ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ എന്താണ്? ലോക്സഭയും രാജ്യസഭയും 2 സഭകളാണ്. അത് ബൈക്കാമറൽ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈക്കാമറലിസം ഇന്ത്യയിലോട്ട് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ? ബൈക്കാമറലിസം ഇന്ത്യയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി നേരത്തെ പഠിച്ചത് അതേ കാര്യം തന്നെയാണ്. 3 വർഷം 70 വയസ്സ്. 3 വർഷം 70 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതുവരെ.
പുനർനിയമനത്തിന് യോഗ്യരാണോ? പുനർനിയമനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ പുനർനിയമനത്തിന് യോഗ്യരാണ്. തുടർ നിയമനം പറ്റോ? ഇല്ല. പുനർനിയമനത്തിന് യോഗ്യരാണോ? ആണ്. പുനർനിയമനത്തിന് യോഗ്യരാണ്. അല്ലെ? ആരെ നിയമിക്കും? പിന്നെന്തിനാണ് ഗവർണറെ ഇരുത്തിയേക്കുന്നത്? ഗവർണർ. ആരെ നിയമിക്കും? ഗവർണർ. അല്ലെ? രാജിവെക്കണമെന്ന് തോന്നി, അല്ലെ? രാജിവെക്കണം, ബോറടിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ രാജിവെക്കണമെന്ന് തോന്നി. രാജിവെച്ചാൽ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? ഗവർണർക്ക് കൊടുക്കണം. ആര് നീക്കം ചെയ്യും? ഈ പറഞ്ഞ പെരുമാറ്റ ദൂഷ്യം, ചിത്തഭ്രമം, ജോലി ചെയ്യാനുള്ള ഈ പറഞ്ഞ ശേഷിയില്ല, ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ട്. അപ്പൊ നീക്കം ചെയ്യണം. അങ്ങനെ ആര് നീക്കം ചെയ്യും? ഗവർണർ നീക്കം ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ഒരു മാർക്ക് പോയി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യേണ്ടത് ആരാണ്? അല്ലെ? രാജിക്കത്തും അത് ഇതൊക്കെ ഓക്കെയാണ്, നിയമനമൊക്കെ ഓക്കെയാണ്. പക്ഷെ നീക്കം ചെയ്യേണ്ടത് ആരാണ്? അത് ഈ പറഞ്ഞ രാഷ്ട്രപതിയാണ്. വാർഷിക റിപ്പോർട്ട് കൊടുക്കണ്ടേ? നിങ്ങൾ ഒരു കൊല്ലം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ അറിയണ്ടേ? വാർഷിക റിപ്പോർട്ട് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? വാർഷിക റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? ഗവർണർക്കാണോ അതോ സംസ്ഥാന സർക്കാരിനാണോ? അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കും. ഇവിടെ ഇപ്പോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? സംസ്ഥാന സർക്കാരിന് കൊടുക്കും. അങ്ങ് കൊടുക്കോ കേന്ദ്ര സർക്കാരിന്? ഇല്ല. ഇവിടെ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിന് കൊടുക്കും. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ആ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആദ്യമായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ച് അതങ്ങ് തേഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ജസ്റ്റിസ് M.M. പരീത് പിള്ള. ജസ്റ്റിസ് M.M. പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. അല്ലെ? അപ്പൊ അത് നേരത്തെ പറഞ്ഞ രംഗനാഥ് മിശ്ര, അത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ്. ഇത് ഈ പറഞ്ഞ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് M.M. പരീത് പിള്ള. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടണം. ജസ്റ്റിസ് J.B. കോശി. ജസ്റ്റിസ് J.B. കോശി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ എന്തായിട്ടിരുന്ന ആളാണ്? അധ്യക്ഷനായിട്ടിരുന്ന ആളാണ്. നേരത്തെ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന ആളാണ് J.B. കോശി. J.B. കോശിയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റി പിണറായിയുടെ കാലത്താണ്. റിപ്പോർട്ടും കൊടുത്തു. ഏതാണ് കമ്മിറ്റി? J.B. കോശി കമ്മിറ്റി. J.B. കോശി കമ്മിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മുകളില് അവിടെ V. രാമസുബ്രഹ്മണ്യൻ, ഇവിടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇത്ര പേരേ ഉള്ളൂ അല്ലെ? 98 വന്നതാണ്, 2026. അപ്പൊ ഏതാണ്ട് 28 കൊല്ലമായി. 4 പേരുടെ പേരെ പറഞ്ഞോളൂ. 4 പേരുടെ പേര് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. ബാക്കി ഈ പറഞ്ഞ ഡാറ്റ എന്താണ്? പൂർണ്ണമല്ല. ഞാനൊരു പേര് പറഞ്ഞാൽ അയാൾ എന്നാണ് ഉണ്ടായിരുന്നത്, ഏത് കാലമാണ് എന്നൊന്നും പറയാനായിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന, ഇവർ അധ്യക്ഷരായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. ജസ്റ്റിസ് M.M. പരീത് പിള്ള, ജസ്റ്റിസ് J.B. കോശി, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അല്ലെ? അപ്പം നിങ്ങൾ ആരുടെയെങ്കിലും പേര് പറയും. ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അവരെ ഈ പറഞ്ഞ നിയമിച്ച ഗവൺമെൻറ് ഓർഡർ ഏതാണ്, GO ഏതാണ് എന്നൊരു സാധനം ഞാൻ ഈ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതുകൂടെ പറഞ്ഞു തരണം, എങ്കിലേ അത് പൂർണ്ണമാവത്തുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും കിട്ടിയ ഒരു സാധനം വെച്ചിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്കും പറയാൻ പറ്റും. അതല്ല, നിങ്ങൾ ഇത്രയും പേര് പഠിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പറഞ്ഞു 3 അംഗങ്ങളാണുള്ളത്. 3 അംഗങ്ങൾക്ക് പുറമെ ഒരു CEO എന്ന് പറയുന്ന പോസ്റ്റ്. ആ പേരിലല്ല, സെക്രട്ടറി എന്നുള്ള പേരിലാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങൾക്ക് പുറമെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് ഒരാളുണ്ടാവും. അയാളെ നമ്മൾ സെക്രട്ടറി എന്ന് പറയും. മനസ്സിലായില്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലത്തെ ഒരാൾ, അയാളെ നമ്മൾ പറയും എന്താണ്? സെക്രട്ടറി എന്ന് പറയും. അല്ലെ? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എങ്ങനെയാണ് പേര്? സെക്രട്ടറി ജനറൽ എന്ന് പറയും. സെക്രട്ടറി ജനറൽ. ഇവിടെ സെക്രട്ടറി എന്ന് പറയും. അങ്ങനെ ഒരാളുണ്ട്. അല്ലെ? ജുഡീഷ്യൽ അധികാരം കാണോ? ഇല്ല. ഭരണപരമായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓഫീസിന്റെ ചുമതല ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
അല്ലെ. KR സുചിത്ര എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ CEO. KR സുചിത്ര, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് KR സുചിത്രയാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. മറ്റത് ആരാണ്? പീയൂഷ് ഗോയലാണ്. ആരാണ്? പീയൂഷ് ഗോയൽ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പറഞ്ഞത് പീയൂഷ് ഗോയലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് 8 അധ്യായങ്ങളുണ്ട് അല്ലെ. ഈ പറഞ്ഞ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിനകത്ത് 8 അധ്യായങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ അധ്യായം 2-ലാണ് നമ്മൾ പറഞ്ഞു ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന പറയുന്നത്. 2-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 3, മൂന്നാമത്തെ അധ്യായത്തിനകത്ത് പറയുന്ന കാര്യമുണ്ട് അധികാരം പ്രവർത്തനം. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരം പ്രവർത്തനം അത് സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്ന അധ്യായം 3-ലാണ്. ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അധ്യായം 5 ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം നമ്മൾ പറഞ്ഞു. അതേതാണ്? അധ്യായം 5-ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 6. അധ്യായം 6-ൽ പറയുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. അതേതാണ്? മനുഷ്യാവകാശ കോടതികൾ. മനുഷ്യാവകാശ കോടതികൾ അങ്ങനെ സാധനങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ. അപ്പൊ മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മനുഷ്യാവകാശ നിയമത്തിൽ ഏത് അധ്യായത്തിലാണ്? അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ, അധ്യായം 6. ശരി, മൊത്തം 8 അധ്യായമാണ്. മൊത്തം പറയണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഈ പറഞ്ഞ 3 എണ്ണം നിങ്ങൾ നോക്കി വെക്കുക. അതിൽ പ്രധാനം 2, 5, 6-ആണ്. 2, 5, 6-ആണ്. അപ്പൊ അത്രയും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ചിലത് കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ചും CPO പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാർ കുറച്ച് സെക്ഷനൊക്കെ കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ നിന്ന് കൂടുതൽ ചോദ്യം വരുന്നത് APO പരീക്ഷയ്ക്കാണ്. 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സെക്ഷൻ നോക്കി വെച്ചേക്കണം. സെക്ഷൻ 21D. 21D ആദ്യത്തെ അധ്യായത്തിലാണ് ആ സെക്ഷൻ വരുന്നത്. അതായത് ഈ നിയമത്തിനകത്ത് കുറച്ച് നിർവചനങ്ങൾ പറയും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതാണ്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇപ്പൊ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രിലിമിനറി എന്നാണ്. ഏത് നിയമത്തിലായാലും ആദ്യത്തെ അധ്യായം പ്രിലിമിനറി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ നിയമത്തിന്റെ പേരെന്താണ്, ഈ നിയമം എന്തുദ്ദേശത്തോടു കൂടിയുള്ളതാണ്, ഈ നിയമം എന്ന് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നിയമപ്രകാരം ഉള്ള നിർവചനങ്ങൾ, ഓരോരോ കാര്യങ്ങൾക്ക് എന്ത് നിർവചനം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്ന എല്ലാം ഈ പറഞ്ഞ ഏതൊരു നിയമത്തിൻ്റെയും ആദ്യത്തെ അധ്യായത്തിലാണ്. അതിന് നമ്മൾ പ്രിലിമിനറി എന്ന് പറയും, ആദ്യത്തെ അധ്യായം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2, 3 ഓരോ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആദ്യത്തേത് പൊതുവെ അതാണ്, നിയമത്തിൻ്റെ പേരെന്ത്, ആ നിയമം ഏതുവരെ, അതിൻ്റെ എക്സ്റ്റന്റ് എത്രത്തോളം രാജ്യം മുഴുവനുമുണ്ടോ അതോ ചില ഭാഗങ്ങളിലാണോ, ആ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, എന്തിനു വേണ്ടി ഉണ്ടാക്കിയ നിയമം, ഈ നിയമം എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും, ആര് കൊണ്ടുവരും പോലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അപ്പോൾ അധ്യായം 2-ലാണ് ഈ പറഞ്ഞ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ പറയാൻ പോകുന്ന എന്താണ്? സെക്ഷനിൽ 21D. ഈ 21D എന്ന് പറയുന്ന സെക്ഷൻ വരുന്ന എവിടെയാണ്? ആദ്യത്തെ അധ്യായത്തിലാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അതിൽ ആദ്യത്തെ അധ്യായത്തിലാണ് ഏത് വരുന്നത്? നിർവചനങ്ങൾ വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വരുന്ന ഒരു സെക്ഷനാണ് 21D. അതിൽ പറയുന്നത് അടിസ്ഥാന മനുഷ്യാവകാശം. അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിക്കാനുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, അന്തസ്സാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ്? ജീവിക്കാനുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, അന്തസ്സാണ്. അതാണ് 21Dയിൽ പറയുന്ന കാര്യം. അടിസ്ഥാന മനുഷ്യാവകാശം എന്നാൽ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 3 പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന. പൊക്കളയരുത്, ഇപ്പൊ തീരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന. അടുത്തത് സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന. ഇനി അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതികൾ. മനസ്സിലായോ? ഇനി പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതലുള്ള ഒരു കാര്യമാണ്, ഞാൻ പറയാം. അപ്പോൾ സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതികൾ അല്ലെ. അപ്പൊ അധ്യായം ഏതാണ്? അധ്യായം 6-ലാണ്. മനുഷ്യാവകാശ കോടതി അധ്യായം 6-ലാണ്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 30-ആണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണ്. നിയമത്തിനകത്ത് പറയുന്നതല്ല, പക്ഷെ ഇപ്പോൾ ഇതങ്ങൂടെ അങ്ങ് പഠിച്ചേക്കണം. മനുഷ്യാവകാശ സംഘടനകൾ. ഒരു മനുഷ്യാവകാശ സംഘടനയെ നമുക്ക് പരിചയപ്പെടാം.
പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, PUCL. പിള്ളേരുടെ പുസ്തകത്തിലൊക്കെ വാരി വലിച്ച് എഴുതിയേക്കുന്ന ഒരു സാധനമാണ്, പഠിക്കാതെ പോകരുത്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ഇതിൻ്റെ സ്ഥാപകനാരെന്നറിയാമോ? ജയപ്രകാശ് നാരായൺ. ആരാണ്? ജയപ്രകാശ് നാരായൺ. അല്ലേ? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരീക്ഷ എളുപ്പമാണോ? എളുപ്പമാണ്. എങ്കിൽ ആ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പ്രിസൺ ഡയറി എഴുതിയതാരാണ്? ജയപ്രകാശ് നാരായൺ. ആ പറഞ്ഞ ആള് ഉണ്ടാക്കിയ സ്ഥാപനമാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, ഒരു സംഘടന. ഏതുമായിട്ട് ബന്ധപ്പെട്ട? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഘടന. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ആസ്ഥാനം ഡൽഹി. ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ദേശീയ തലത്തിലുള്ള ഒരു മനുഷ്യാവകാശ സ്ഥാപനമാണ്, സംഘടനയാണ് PUCL. അതുപോലെ ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ള മറ്റൊരു സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ സംഘടനയുണ്ട്, പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അതും ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നതിൽ മുൻകൈയിട്ട് നിന്ന ഒരാളുണ്ട്, മുൻകൈയെടുത്ത് നിന്ന ഒരാളുണ്ട്. ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അറിയാലോ പുള്ളി ആരെന്ന്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കൊച്ചി കേന്ദ്രമായിട്ടുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അല്ലെ? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അപ്പൊ അത് കൊച്ചിയാണ്, കൊച്ചിയാണ്. അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആര്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ ജയിൽ വകുപ്പ് മന്ത്രി ആര്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആര്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. എല്ലാ ഇയാൾക്കും കൊടുത്തോ? അല്ലെ? ഇന്നത്തെ പോലത്തെ 1900 മന്ത്രിമാരൊന്നുമല്ല. ആദ്യത്തെ ഈ പറഞ്ഞ എന്താണ് EMS മന്ത്രിസഭ മൊത്തം 11 മന്ത്രിമാരാണ്. 11 മന്ത്രിമാരാണ്. അപ്പോൾ അതെവിടെ? ആഭ്യന്തരം നോക്കി, നിയമം നോക്കി, വിദ്യുച്ഛക്തി നോക്കി, ജയിൽ, ഈ ചുമതലയൊക്കെ നോക്കിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം എന്താണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്, പീപ്പിൾസ് യൂണിയൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേൾഡ് വിഷൻ ഇന്ത്യ. വേൾഡ് വിഷൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് വേൾഡ് വിഷൻ ഇന്ത്യ. ആസ്ഥാനം എവിടെ? ആസ്ഥാനം ചെന്നൈ. ആസ്ഥാനം ചെന്നൈ. ഇനി അത് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന, താഴെ തന്നിരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന എന്നൊക്കെയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന പരിചയപ്പെടാം. എന്താണ്? UNHRC, അതായത് യുണൈറ്റഡ് നാഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. യുണൈറ്റഡ് നാഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഈ അടുത്ത കാലത്ത് അമേരിക്ക ഇതിൽ നിന്ന് എക്സിറ്റ് ആയി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പൊട്ടൻ ട്രംപ് പിന്മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഐക്യരാഷ്ട്രസംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് ട്രംപ് പിന്മാറിയിട്ടുണ്ട്, അതായത് അമേരിക്ക പിന്മാറിയിട്ടുണ്ട്. അതെന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്, ഐക്യരാഷ്ട്രസംഘടനയുടെ ഏജൻസിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ICRC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ്, RC, റെഡ് ക്രോസ്. അല്ലെ? 1863 റെഡ് ക്രോസ് സ്ഥാപിച്ചു. പരീക്ഷയ്ക്ക് പഠിക്കണം. 1863 റെഡ് ക്രോസ് സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? ഹെൻറി ഡുനന്റ്. അതൊരു മനുഷ്യാവകാശ പ്രസ്ഥാനമാണ്, അല്ലെ? അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രസ്ഥാനമാണ് റെഡ് ക്രോസ്. അപ്പോൾ UNHRC, അതുപോലെ തന്നെ ICRC, അതായത് ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ്, അല്ലെ? ഹെൻറി ഡുനന്റ് സ്ഥാപിച്ചു 1863. ആംനസ്റ്റി ഇന്റർനാഷണൽ, അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ആംനസ്റ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൊതുമാപ്പ്. 3 തവണ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങിച്ച സംഘടനയാണ് ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. 1961 സ്ഥാപിക്കപ്പെട്ടത്. 961. പീറ്റർ ബെനൻസൺ കേട്ട് കാണും. പീറ്റർ ബെനൻസൺ, ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ, അല്ലെ? പീറ്റർ ബെനൻസൺ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലണ്ടൻ.
ആംനസ്റ്റി ഇന്റർനാഷണൽ 961 പീറ്റർ ബെനൻസ് സ്ഥാപിച്ചു. ആസ്ഥാനം ലണ്ടൻ. അതേസമയം UNHRC, ICRC ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഇപ്പൊ പരീക്ഷയുടെ ചോയ്സ് തന്നിരുന്ന ഒരു പോയിന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അല്ലെ? 2 ആഴ്ചക്ക് മുമ്പ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്? അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക്. അപ്പോൾ ന്യൂയോർക്ക് കേന്ദ്രമാക്കി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഡാഷ് ഏത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞത് വേൾഡ് വിഷൻ ഇന്ത്യ, അതൊരു ഇന്റർനാഷണൽ ഈ പറഞ്ഞ എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണോ? പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. അല്ല, അത് ചെന്നൈ കേന്ദ്രമാക്കിയിട്ടുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്, അല്ലെ? അപ്പോൾ ആ പറഞ്ഞ ഭാഗത്ത്, അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ഈ ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളെല്ലാം പറഞ്ഞു. ചോദിച്ച ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചിലത് ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്, അതിന് പ്രത്യേക കാര്യമുണ്ട്, ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചോദിക്കാൻ സാധ്യതയുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ബട്ടണുകൾ എന്താണ്, ഒരു ബട്ടണേ ഉള്ളൂ, കുത്തി പൊട്ടിച്ചേക്കണം. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഷെയറും കമൻറ്റും ഈ വീഡിയോയ്ക്ക് കിട്ടുന്നതിനനുസരിച്ച് അടുത്ത വീഡിയോ ചെയ്യാൻ ഞാൻ കൂടുതൽ ഊർജവുമായിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.